ഉള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ ശരീരശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 12 വ്യവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ തന്നെയാണ് ദഹന വ്യവസ്ഥ അല്ലേ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം ചെന്നെത്തുന്നത് വായിലല്ലേ. അപ്പം നമ്മൾ എന്തിനാ ചവച്ചരച്ച് കഴിക്കണം അല്ലേ. അതുപോലെ തന്നെ വെള്ളം കടിച്ചു കുടിക്കണം, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചില ആളുകളെല്ലാം വയറ് നിറയ്ക്കാൻ വേണ്ടി വാരി ചോറെല്ലാം അമിതമായിട്ട് കഴിക്കുന്നുണ്ട് അല്ലേ. അവിടെ വായിൽ വെച്ച് ഒരു ദഹനം നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിൽ ഗ്യാസ് ട്രബിൾ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം വായിൽ ദഹനത്തെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് പഠിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ആദ്യം ദഹനപ്രക്രിയ നടക്കുന്നത് ചവച്ചരക്കപ്പെടുന്ന ഭക്ഷണത്തിൽ നിന്നാണ് അല്ലേ. ഇങ്ങനെ ചവയ്ക്കണം. അപ്പം ഉമിൾനീർ ചേരുമ്പോൾ അതിലുള്ള അമൈലൈസ് എന്ന് പറയുമ്പോൾ എന്ന ദഹനരസം ആഹാരത്തിൽ മാൾട്ടോസ് എന്ന പഞ്ചസാരയെ ഗ്ലൂക്കോസായി മാറ്റിയെടുക്കുന്നുണ്ട്. ആ പ്രക്രിയയാണ് വായിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഹാർഡായിട്ടോ ഫുഡായിരുന്നാലും നമ്മളിരുന്ന് ചവയ്ക്കണം. ചവച്ച് അരച്ച് കഴിച്ച് അത് വീണ്ടും തൊണ്ടയിലേക്കെത്തും. പിന്നെ അവിടെ നിന്ന് അന്നനാളം വഴി ആമാശയത്തിലേക്ക് എത്തുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെ, ഈ ഗ്ലൂക്കോസായിട്ട് മാറുന്നത് ഉമിൾനീരിലുള്ള ലൈസോമി എന്ന ദഹന രസം ഭക്ഷണത്തിലുള്ള ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ അണുക്കളെ വലിയൊരളവ് വരെ നശിപ്പിക്കാൻ കഴിയും. അതാണ് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ സംബന്ധിച്ച് വിശദമായിട്ട് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അപ്പം മിതമായി ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, അമിതമായിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. ദഹനം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. പല രോഗങ്ങളും ഉണ്ടാകുന്നത് ദഹനത്തിൽ വരുന്ന കുഴപ്പങ്ങൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് പഠിക്കണം, തിരിച്ചറിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഒരു അറിവ് തന്നെയാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് സംശയങ്ങളുള്ളവർ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞുതരാം. ഓക്കെ, മറ്റ് ഒരു വിഷയമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.